എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാത്തിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ ഒരു ഇലക്ഷൻ സമയത്ത് ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും അവർക്ക് ലഭിച്ചിട്ടില്ല. ഉത്തരവോ ഓർഡറുകളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ അടുത്ത ആഴ്ച മുതലേ വിതരണം ഉണ്ടാവൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷ നൽകാത്ത ആളുകൾ ഒരുപാടുണ്ട്. ഇനിയും 13 ലക്ഷത്തോളം ആളുകൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുണ്ട്. ഇനിയും അപേക്ഷ നൽകാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ആരൊക്കെയുണ്ട്? അവരെല്ലാം അപേക്ഷ നൽകണം. സംസ്ഥാനത്തെ BPL വിഭാഗമായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും 35 മുതൽ 60 വയസ്സ് വരെയുള്ള എല്ലാ സ്ത്രീകൾക്കും പദ്ധതിയിൽ ചേരാം. മറ്റ് ആനുകൂല്യങ്ങൾ സ്വന്തമായിട്ട് ലഭിക്കരുത് എന്നുള്ളത് മാത്രം. വേറെ ആർക്കെങ്കിലും ക്ഷേമ പെൻഷനോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നുണ്ട് എങ്കിൽ ഈ പദ്ധതിയിൽ ചേരുന്നതിന് തടസ്സമാകില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് അർഹതയുള്ള എല്ലാ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. 19-20 ലക്ഷത്തോളം ആളുകളാണ് ഇതിനകം അപേക്ഷ നൽകിയത്. ഇതിൽ ഇപ്പോൾ അവസാനമായിട്ട് 80,000-ലധികം ആളുകൾ ഇത് റിജക്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വീണ്ടും അപേക്ഷ റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും. പേരിലെ പൊരുത്തക്കേട് കൊണ്ടാണ് ഇത്തരം അവസ്ഥ ഉണ്ടാകുന്നത്. 2-3 രേഖകൾ നൽകുമ്പോൾ അതിൽ പേരിൽ അല്ലെങ്കിൽ അഡ്രസ്സിൽ എവിടെയെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ പൊരുത്തക്കേടുകൾ വരും. മറ്റൊന്ന്, റേഷൻ കാർഡിൽ സ്ത്രീക്ക് പകരം പുരുഷൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഈ ഒരു പ്രയാസം വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ റേഷൻ കാർഡിൽ റിജക്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ നിങ്ങളുടെ പേരിനൊപ്പം സ്ത്രീ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. അല്ല എങ്കിൽ അത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി തിരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പെട്ടെന്ന് തിരുത്താൻ വേണ്ടി സപ്ലൈ ഓഫീസിൽ പോയാൽ മതി. ഇനി അതല്ല മറ്റ് രേഖകളുടെ പേരിൽ വ്യത്യാസങ്ങളാണ് എങ്കിൽ 1 and same സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ അപേക്ഷിച്ച് കിട്ടിയതിന് ശേഷം അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി എന്തായാലും ഇലക്ഷന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടക്കുക. എല്ലാ ഉദ്യോഗസ്ഥരും ഇലക്ഷൻ തിരക്കിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുശേഷം അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ക്ഷേമ പെൻഷന്റെ കാര്യമാണ്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ബുധനാഴ്ചയോട് കൂടിയിട്ട് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പെൻഷൻ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെയൊന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പൂർണ്ണമായിട്ടും നൽകും എന്ന് പറഞ്ഞ് ആ വാക്ക് പാലിക്കാൻ സംസ്ഥാന സർക്കാരിന് ആയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ 3 മുന്നണികളും പറഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് 3000-ലേക്ക് ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടങ്ങളായിട്ട് എത്തിക്കുമെന്ന്. കഴിഞ്ഞ തവണ നമ്മുടെ സംസ്ഥാന സർക്കാർ 900 രൂപ വർദ്ധിപ്പിച്ച് 2500-ലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 400 രൂപ മാത്രമാണ് കൂട്ടിയത്. ഇപ്പോൾ 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരം ബൈ.